ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മലബാറിസിൻ്റെ സ്പെഷ്യൽ സ്നാക്കായ കറുത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ കറുത്തപ്പ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പം നമുക്ക് കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 250 ml കപ്പിൻ്റെ ഒരു കപ്പ് പച്ചരി ഞാൻ 5 മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനെ കുതിർത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് ആദ്യം അല്പം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതിലേക്ക് നമുക്കൊരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഈ ഒരു അളവിൽ കൊത്തിയത് ചേർത്തിട്ട് കൊടുക്കുക. ഇതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ കറുത്തപ്പത്തിൻ്റെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ തേങ്ങാക്കൊത്ത് ഏറെ ഇടുന്നത് വളരെയധികം രുചി തന്നെയാണ്. നമുക്ക് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടും. ഇതൊന്ന് അത്യാവശ്യം ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാനായിട്ട്. ചെറിയുള്ളിയും ഒരു 3 മുതൽ 4 ടീസ്പൂൺ അളവിൽ മതി. അതും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മൂത്തതിന് ശേഷം നമ്മളിതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിർക്കാൻ വെച്ചിരിക്കുന്ന പച്ചരി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏകദേശം 3 മുതൽ 4 ടീസ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്ക് ഈ ബാറ്റർ അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ലൂസായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത്. അപ്പം നമ്മൾ ആ ഒരു അളവിൽ വേണം വെള്ളം ചേർത്ത് അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ മാവ് ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഇപ്പം ഞാൻ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിത്തീർന്ന് പാനിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇത് ഒരു അരിപ്പയിൽ അരിച്ച് നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇത് ചൂടോടുകൂടി തന്നെ ചേർക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു തവി ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം, എല്ലാ ഭാഗത്തോട്ടും ആ ശർക്കരയുടെ പാനി എത്താനായിട്ട്. അതുതന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ മാവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിയേക്കും. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പം നമ്മൾ ശർക്കരയൊക്കെ കൊടുത്ത് ഇനിയിപ്പം ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മാവ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരുപാട് സമയത്തേക്കൊന്നും വെക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ആ ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരല്പം നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഡെക്കറേഷന് വേണ്ടി നടുഭാഗത്ത് വെക്കാനായിട്ട് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം നമ്മുടെ വറുത്തതും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ഒരുപോലെ ആ ഉള്ളിയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന സമയം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മാവ് ഏകദേശം ഒരു 3 തവിയോളം ഞാൻ കോരി ഒഴിച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ള കറുത്തപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അല്ല നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കറുത്തപ്പം മതിയെങ്കിൽ മാവ് അതിനനുസരിച്ച് കുറച്ചൊഴിക്കുക. ഇനി ഇതിൻ്റെ നടുക്കേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങയും ഉള്ളിയും കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ സമയം കൊണ്ട് നമ്മുടെ കറുത്തപ്പം ഇവിടെ റെഡിയാവുന്നതാണ്. അപ്പം നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന കറുത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കിയിരിക്കുന്ന മാവ് മുഴുവനും ഇതുപോലെ കറുത്തപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇതിനി നമുക്ക് വേണമെങ്കിൽ കുക്കറിലും ചെയ്യാവുന്നതേ ഉള്ളൂ. കുക്കറിൽ നമ്മൾ മുഴുവനും കൂടെ ഒന്നിച്ചൊഴിച്ച് അങ്ങനെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ കറുത്തപ്പം എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് തന്നെയല്ല നമ്മുടെ പഴയ കാലം മുതലുള്ളൊരു സ്വീറ്റ്
റെസിപ്പി കൂടിയാണ്. ഇടയ്ക്ക് നമുക്ക് ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ കലത്തപ്പത്തിന്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ കലത്തപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പം മറക്കാതെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ് ചെയ്യുകയും ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ.